നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കഥയാണ്. ഇവർ മാത്രമല്ല, ഒരു ചാമ്പങ്ങയും കൂടിയുണ്ട് ഈ കഥയ്ക്കകത്ത്. നിങ്ങൾക്കെല്ലാവർക്കും ചാമ്പങ്ങ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാമ്പങ്ങ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ചാമ്പങ്ങയോട് ചെയ്യുന്നത്. ഒരിടത്തൊരിടത്ത് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. അവരുടെ വീടിന് മുന്നിൽ ഒരു ചാമ്പമരം ഉണ്ടായിരുന്നു. ആ ചാമ്പമരത്തിൽ നിറയെ ചാമ്പ ഉണ്ടായി. ചാമ്പമരം മുഴുവൻ ചാമ്പങ്ങ പഴുത്ത് കിടക്കുന്നത് കാണുവാൻ നല്ല രസമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അമ്മൂമ്മ അപ്പൂപ്പനോട് പറഞ്ഞു, എന്ത് രസമാണ് ചാമ്പങ്ങ പഴുത്ത് കിടക്കുന്നത് കാണുവാൻ. നമുക്കിത് ആർക്കും കൊടുക്കേണ്ട. അടുത്ത വീട്ടിലെ കുട്ടികൾ വരുമ്പോൾ നമുക്ക് അവരെ ഓടിച്ചു വിടാം. ഇത് കേട്ട് അപ്പൂപ്പൻ പറഞ്ഞു, ശരിയാ, ഇതാർക്കും കൊടുക്കേണ്ട, നമുക്കും കഴിക്കേണ്ട, എന്നും കണ്ടുകൊണ്ടേയിരിക്കാം. അങ്ങനെ അപ്പൂപ്പനും അമ്മൂമ്മയും ചാമ്പയ്ക്ക് കാവലായിരുന്നു. അവർ ചാമ്പങ്ങ പറിക്കാൻ വന്ന കുട്ടികളെ ഓടിച്ചിട്ട് വിട്ടു. അവർ പഴുത്ത് ചുവന്ന ചാമ്പങ്ങ സന്തോഷത്തോടെ കണ്ടുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ അവരുടെ ചാമ്പങ്ങ രാത്രിയിൽ ആരോ പറിക്കുന്നത് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവരാളെ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. അത് ഒരു മരപ്പട്ടിയാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൂപ്പനും അമ്മൂമ്മയും മരപ്പട്ടിയെ എങ്ങനെ പിടിക്കാമെന്ന് തല പുകച്ച് ആലോചിച്ചു. അങ്ങനെ നമ്മുടെ അമ്മൂമ്മയ്ക്ക് ഒരു ബുദ്ധി തോന്നി. അമ്മൂമ്മ പറഞ്ഞു, രാത്രിയാകുമ്പോൾ അപ്പൂപ്പൻ ചാമ്പമരത്തിന് മുകളിൽ ഇരിക്കണം. മരപ്പട്ടി വരുമ്പോൾ അതിനെ കുലുക്കി താഴേക്കിടണം. ഞാൻ ഒരു വടിയുമായി താഴെ ഇരിക്കാം. ഞാൻ അതിനെ അടിച്ചടിച്ചടിച്ചു കൊല്ലാം. അപ്പൂപ്പൻ യോജിച്ചു. അങ്ങനെ രാത്രിയായി. അപ്പൂപ്പൻ ചാമ്പമരത്തിന് മുകളിൽ പുതച്ചു മൂടി ഇരുന്നു. അമ്മൂമ്മ ചാമ്പമരത്തിന്റെ ചുവട്ടിലും ഇരുന്നു. കുറേ നേരമായിട്ടും മരപ്പട്ടി വന്നില്ല. അപ്പൂപ്പൻ ഉറക്കം വരാൻ തുടങ്ങി. അപ്പൂപ്പൻ അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി മരത്തിൽ നിന്നും താഴേക്ക് അപ്പൂപ്പൻ വീണു. രാത്രിയല്ലേ, അമ്മമ്മയ്ക്കും കണ്ണും കാണുന്നില്ല. അമ്മൂമ്മ ശബ്ദം കേട്ട് മരപ്പട്ടിയാണെന്ന് വിചാരിച്ച് അപ്പൂപ്പൻ അടിയോടടി. ഒരുപാട് അപ്പൂപ്പൻ അമ്മൂമ്മ തല്ലി. അപ്പൂപ്പൻ വേദന കൊണ്ട് ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. നിലവിളിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് തോന്നി, ഇതൊരു മരപ്പട്ടിയുടെ സ്വരമല്ലല്ലോ, ഒരു മനുഷ്യന്റെ സ്വരമാണല്ലോ. അമ്മൂമ്മ പയ്യെ ആ പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ അതാ പാവം അപ്പൂപ്പൻ അടികൊണ്ട് അവശനായി കിടക്കുന്നു. അമ്മൂമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. അമ്മൂമ്മ അപ്പൂപ്പനും അവർ ചെയ്ത തെറ്റുകൾ ഓർത്ത് ഒരുപാട് വിഷമിച്ച് പിന്നീട് അവർ എല്ലാവർക്കും ചാമ്പങ്ങ കൊടുക്കാൻ തുടങ്ങി. കുട്ടികളുടെ സന്തോഷം കണ്ടപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷം തോന്നി. ഇതിന്റെ ഗുണപാഠം എന്താണ് മക്കളെ? നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെച്ചാൽ നമുക്ക് സന്തോഷം ഇരട്ടിക്കേ ഉള്ളൂ. ഇനി മുതൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങളും അത് നിങ്ങളുടെ ഇതിൽ നിന്ന് പങ്കിടുക. അപ്പോൾ നിങ്ങൾക്കും അവർക്കും സന്തോഷമായിരിക്കും. അപ്പോൾ ശരി, പിന്നീട് കാണാം.